എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മനാഭയുടെ ആത്മനമസ്തേ. ആദ്യമായി ഒരു ദേവീസ്തുതിയോടെ നമുക്ക് തുടങ്ങാം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അഖിലാണ്ട ബ്രഹ്മാണ്ട നായികയായ നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ് മാർച്ച് 3 വരുന്നത്. എന്താണ് ഈ പൊങ്കാലയുടെ പ്രാധാന്യം എന്നുള്ളത് ആലോചിക്കുക. നമ്മൾ സർവവും ദേവിക്ക് സമർപ്പണം തന്നെയാണ്, മറ്റൊന്നും അതിനകത്ത് ചിന്തിക്കാനില്ല. പ്രപഞ്ച നായികയ്ക്ക് നമ്മൾ സർവവും നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം ഒന്നും ഒരു ആഗ്രഹവുമല്ല, സർവ്വസമർപ്പണമാണ്. അമ്മയാണ് നമ്മുടെ അമ്മയുടെ മുമ്പിൽ എന്താ പറയുക, അമ്മയ്ക്ക് എല്ലാം അറിയുന്നതാണ്. ഒരു കുഞ്ഞിന് എന്ത് വേണമെന്നുള്ളത് അമ്മയെപ്പോലെ അറിയുന്ന മറ്റൊരു വ്യക്തിയില്ല. അമ്മയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അറിയാത്തത് ഒന്നുമില്ല. നമ്മൾ പിന്നെ സ്വാർത്ഥമായി എനിക്കത് വേണം, അവളെക്കാളും എനിക്ക് വേണം, ഇവനേക്കാളും എനിക്ക് വേണം, ഇങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരാവശ്യവുമില്ല. സർവ്വസമർപ്പണത്തോടുകൂടി എൻ്റെ ബ്രഹ്മാണ്ട നായികയെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന ഒരു ഭാവമാണ് ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഓരോ മനുഷ്യരും അനുവർത്തിക്കേണ്ട ഒരു കാര്യം. അതുതന്നെ വ്രതം എടുക്കാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്ത് കാര്യത്തിലും ഏത് സമയവും നാമജപവും വ്രതവും ഒക്കെ തന്നെയാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എന്താണ്? പണ്ട് പറയുന്നത്, ചിലപ്പതികാരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. കാവേരി നദിയുടെ തീരത്ത് കണ്ണകി കോവിലൻ എന്ന ഒരു ദമ്പതികളുണ്ടായിരുന്നു. ആ കോവിലൻ എന്ന് പറയുന്നത് ഭാര്യയെ അതിരറ്റ് സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു. കണ്ണകിക്കും നേരെ തിരിച്ചത്. അവർ ഒരു ആത്മാവും ഒരു ജീവനും ഒരു ശരീരവും എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും ഇടപെരിയാത്ത സുഹൃത്തുക്കളെ പോലെ ജീവിച്ച് ഉത്തമ ദാമ്പത്യത്തിന് എന്താണ് ഉദാഹരണം എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എവിടെയും കാലത്തിൻ്റെ ഒരു പ്രവാഹമുണ്ട്. ആ ഒരു കർമ്മബന്ധങ്ങൾ നമുക്ക് അനുഭവിച്ചേ തീരുള്ളൂ. അതേപോലെ മാധവി എന്ന് പറയുന്ന ഒരു നർത്തകി ആ നാട്ടിൽ വന്നപ്പോൾ കോവിലൻ്റെ മനസ്സ് ഇളകിപ്പോയി, അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് കണ്ണകി മനസ്സിലാക്കി. എന്നിട്ടും കണ്ണകി ഭഗവാന് സംഭവം സമർപ്പിച്ച് ഒരു ഉത്തമ ഭാര്യയായി, ഒന്നും ആരെയും ശപിക്കാതെ, എൻ്റെ അമ്മേ നിനക്ക് എന്നെ അറിയാമല്ലോ, എൻ്റെ ഭർത്താവാണ്, എനിക്ക് തിരിച്ചു തരേണ്ടതും അങ്ങാണ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയായി തുടരുകയാണ്. ആ സമയത്ത് വന്നു ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തും പണവും കാര്യങ്ങളെല്ലാം ചതിയിൽപ്പെട്ട് മാധവി കൈക്കലാക്കി. അത് തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ കോവിലൻ പശ്ചാത്താപ വിവശനായി വന്ന് ഭാര്യയുടെ പാദത്തിൽ വീണ് സമസ്താപരാധം പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. ആ സമസ്താപരാധം പറഞ്ഞ് കരയുന്ന ആളെ കണ്ണകി കണ്ടപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞു പോയി. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലേ, ഭർത്താക്കന്മാർ വന്ന് സമസ്താപരാധം പറയുമ്പോൾ അലിയാത്ത ഒരു ഭാര്യയുടെ മനസ്സും ഉണ്ടാവില്ല. കാരണം ആ മനസ്സ് അങ്ങനെയാണ്, സ്ത്രീയുടെ സൃഷ്ടി പോലും അങ്ങനെയാണ്. അങ്ങനെ രണ്ടുപേരും വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ്. പക്ഷെ ധനമില്ല, പണമില്ല, ഒന്നുമില്ല. ആ അവസ്ഥയിൽ രണ്ടാളും കൂടി മധുരയ്ക്ക് പോകാം എന്ന് പറഞ്ഞൊരു യാത്ര പോവുകയാണ്. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് മാണിക്യക്കല്ലുകൾ നിറച്ച ചിലമ്പുകൾ മാത്രമാണ്. ഈ കണ്ണകിയുടെ പാദത്തിലുള്ളത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും മധുരയിലേക്ക് പോയി. അവിടെയും അവരുടെ കാലദോഷം അവർക്ക് വീണ്ടും വിനയായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ആ രാജ്യത്തെ തട്ടാൻ ഇത് കണ്ടപ്പോൾ, ഈ സ്ത്രീയുടെ കാലിൽ കിടക്കുന്ന ചിലമ്പ് കണ്ടപ്പോൾ ഒരു ദുർബുദ്ധി ഉദിച്ചു. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. രാമായണത്തിൽ പോലും ദശരഥ മഹാരാജാവ് ശ്രീരാമസ്വാമിയെ അടുത്ത രാജാവായിട്ട് വഴിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വന്നും ഒരു ദുർബുദ്ധിയായിട്ടാണ് മന്ധര പ്രത്യക്ഷപ്പെടുന്നത്. അത് അങ്ങനെ സംഭവിച്ചേ തീരൂ അല്ലേ? എന്നാൽ മാത്രമേ രാവണവധം ശ്രീരാമസ്വാമിയെ കൊണ്ട് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രപഞ്ചനാഥൻ്റെ തീരുമാനം. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ തട്ടാൻ പോയി രാജകൊട്ടാരത്തോട് പറയുന്നത്, റാണിയുടെ നഷ്ടപ്പെട്ട ചിലമ്പ് അതാ അവരുടെ കാലിൽ കിടക്കുന്നു, അവർ കയ്യിൽ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് വളരെ കൂടുതലായി, പാണ്ഡ്യരാജാവ് ദേഷ്യം വന്നു. ഉടനെ പിടിച്ചു കെട്ടി ആൾക്കാരെ കൊണ്ടുവന്നു. എന്താണോ ഏതാണോ സത്യം എന്ന്
കോവിലനൊന്നും പറയാനൊരു സാവകാശം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. മധുരം പോലും നടുങ്ങിപ്പോയി. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു വിസ്തരിക്കാതെ ഇങ്ങനെ കൊന്നുകളയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണകി ഇതറിഞ്ഞു. സങ്കടം അണപൊട്ടി ഒഴുകുകയാണ്. എൻ്റെ പ്രാണനാഥനെയാണ് ഒരു കാരണവുമില്ലാതെ കൊന്നുകളഞ്ഞത്. നേരെ രാജകൊട്ടാരത്തിലേക്ക് പാഞ്ഞു. അവിടെ ചെന്ന് രാജാവിനെ നേർക്കുനേർ ചോദിച്ചു, എന്തധികാരം നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ കൊല്ല ചെയ്യാൻ? നിങ്ങളുടെ ഭാര്യയുടെ ചിലമ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പാദത്തിൽ കിടക്കുന്ന ഈ ചിലമ്പിനകത്ത് മാണിക്യ കല്ലുകളാണ്. നിങ്ങളുടെ ഭാര്യയുള്ള ചിലമ്പിനകത്ത് മുത്തുകളാണ്. ഇതാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കണ്ണകി എറിഞ്ഞുടച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ അത് കാണിക്കുകയാണ്. ചിലമ്പ് പൊട്ടിത്തകർന്ന് അതിനുള്ളിൽ നിന്ന് മാണിക്യ രത്നങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, മാണിക്യ കല്ലുകളാണ്. അത് കണ്ടപ്പോൾ രാജാവ് പശ്ചാത്താപവിവശനായി. ഇനി എങ്ങനെ ഞാൻ ഈ പാപത്തെ നേരിടും ഭഗവാനെ, എങ്ങനെ ഇതിന് ഞാൻ ഒരു പരിഹാരം കാണും എന്നുള്ളത് തിരിച്ചറിയാതെ അദ്ദേഹം ആത്മാഹുതി ചെയ്തു എന്നാണ് പറയുന്നത്. പശ്ചാത്താപവിവശനായി. പക്ഷെ ഇതുകൊണ്ടൊന്നും കണ്ണകിയുടെ രൗദ്രം ഒതുങ്ങുന്നില്ല. നിരപരാധിയായ എന്നെ വധിച്ച ആ രാജാവും ആ രാജ്യവും ചുട്ട് ചാമ്പലാക്കണം എന്ന് പറഞ്ഞുള്ള വാശി, ദേഷ്യവും സങ്കടവും ആദ്യം വന്നു. പിന്നെ അതങ്ങ് ആവശ്യമായി പ്രതികാരമായി മാറി, ഭദ്രകാളിയായി മാറി. കാരണം പാർവതിയുടെ ഒരു അവതാരം തന്നെയാണ് കണ്ണകിയായി മനുഷ്യരൂപത്തിൽ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന ജന്മം തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു മാറ് പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് മധുരാനഗരം ചുട്ടിരിച്ച് വസൂരിയായി മാറട്ടെ, വസൂരി പിടിപെട്ടി രാജ്യം മുഴുവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതികാര ദുർഗയായ അമ്മ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലാണ് കൊടുങ്ങല്ലൂരേക്കുള്ള യാത്ര വഴി ഭദ്രകാളിയാണ്. കൊടുങ്ങല്ലൂരേക്കുള്ള യാത്ര വഴിയാണ് തിരുവനന്തപുരത്ത് ആറ്റുകാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. അപ്പോൾ മുല്ലത്തറവാട്ടിലെ കാരണവർ അന്ന് കുളിക്കാൻ വേണ്ടി സന്ധ്യാവന്ദനമൊക്കെ കഴിക്കാൻ വേണ്ടി പുഴയിൽ വന്നപ്പോഴേക്കാണ് അതിസുന്ദരിയായ ഒരു തേജസ്വിയായ ഒരു കുഞ്ഞ് വന്നിട്ട് എന്നെ ഒന്ന് അക്കരെ കിടത്തി വിടുമോ എന്ന് ചോദിക്കുന്നത്. കിള്ളിയാറിൻ്റെ അക്കരെ കിടത്തി വിടുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു സാധാരണ പെൺകുട്ടിയല്ല, വളരെ തേജസ്വിനിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞ് വേഗം വീട്ടുകാരെയൊക്കെ കൂട്ടി അതിസുന്ദരിയ ഒരു ബാലികയായിട്ട്, അത് ഭഗവതിയായില്ലാതെ മറ്റാരുമല്ല, വരൂ എന്ന് പറഞ്ഞ് കൂട്ടുകാരെ കൂട്ടി വരുമ്പോൾ അവിടെ ബാലികയില്ല, ആരുമില്ല. അദ്ദേഹത്തിന് ഭയങ്കര നിരാശയും സങ്കടമായി. പക്ഷേ അന്ന് രാത്രി അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടാകുകയാണ്. ഞാൻ ഭഗവതിയാണ്, നിങ്ങൾ കരുതിയൊക്കെ ശരി തന്നെയാണ്, എനിക്ക് അക്കരെ ഒരു ക്ഷേത്രം പണിത് ഭഗവതിയെ അവിടെ കുടിയിരുത്തുക, ഞാനിവിടെ വസിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും നന്മ കൊടുത്തുകൊള്ളാം എന്നൊരു സ്വപ്നത്തിലൊരു ദർശനം വന്നു. അതനുസരിച്ച് അദ്ദേഹം മുൻകൈ എടുത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ആറ്റുകാലമ്മയുടെ ആവാസമായിരിക്കുന്നത്. നമ്മൾ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കും, എൻ്റെ ആറ്റുകാലമ്മയെന്ന് വിളിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എല്ലാവർക്കും സൗമ്യയായി എല്ലാ അഭയവരദ ഹസ്തത്തോടുകൂടി ഇരിക്കുന്നതാണ് അമ്മ. ആ അമ്മ 3 വിഗ്രഹം തന്നെയുണ്ട്. നടുക്കിരിക്കുന്ന വിഗ്രഹമാണ് മൂലപ്രതിഷ്ഠയായിട്ട് പറയുന്നത്. എല്ലാം ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. നമ്മൾ ഒരു പന്തല് കെട്ടി വെളിയിലിരുത്തി അമ്മയുടെ തോറ്റംപാട്ടൊക്കെ ഉണ്ട്. ഈ കഥകളെല്ലാം തോറ്റംപാടി വരുന്നുണ്ട്. അമ്മയുടെ ചുറ്റുമുള്ള ആ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് ഉപദേവതകളായിട്ട് മഹാദേവനുണ്ട്, അവിടെ ഗണപതിയുണ്ട്, സർപ്പത്തമാരുണ്ട്, എല്ലാവരും അവിടെ ചുറ്റുമുണ്ട്, മാടന്തമ്പുരാനുണ്ട്, എല്ലാം വന്നിട്ട് ദശാവതാരങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ക്ഷേത്രം. അതോടുകൂടി എന്താണ്, അന്ന് ആ അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഭക്ഷണങ്ങളും കാര്യം പോലെ ഇന്നും അത് തുടരുകയാണ്. ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം. അന്ന് പണ്ടുള്ള കാലത്ത് അവരുടെ കൊയ്ത്ത് ഉത്സവം കഴിഞ്ഞാൽ ഒരു ദിവസം അമ്മയെ സ്വന്തം കൈകൊണ്ട് ഊട്ടുക എന്നൊരു ആചാരവും നിലവിലുണ്ടായിരുന്നു. അതും കൂടിയാണ് ഇന്നും എല്ലാ ജനങ്ങളും തുടരുന്ന ഒരു ഭക്തി നിർഭരമായ ചടങ്ങുകളെന്ന് പറയുന്നത്. അമ്മയ്ക്ക് സമർപ്പണമാണ്. നമ്മളങ്ങനെയല്ലേ, എൻ്റെ അമ്മ എന്നെ ഗർഭത്തിൽ ധരിച്ച് എന്നെ വളർത്തി വലുതാക്കിയുള്ള ആ അമ്മയോട് എന്നെങ്കിലും നമ്മുടെ കടപ്പാട് തീർക്കാൻ പറ്റുമോ? ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ട് പോലും നമ്മുടെ ആ ഒരു കടമ നമുക്കൊന്നും തീർക്കാൻ പറ്റുന്നതല്ല, ഒരു ജന്മം കൊണ്ട് പോലും. അപ്പോൾ ആ പാദത്തിൽ വീണ് സമസ്താപരാധങ്ങളും ക്ഷമിക്കണേ അമ്മേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റും ക്ഷമിക്കണേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അറിയാതെ എത്ര ഉപദ്രവങ്ങൾ നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് പോലും നമ്മൾ ചെയ്യുന്നുണ്ടാവും.
അതേപോലെ തന്നെയാണ് നമ്മുടെ പരാശക്തി, ആദ്യ പരാശക്തിയായ പ്രപഞ്ച മാതാവിനെ നമ്മൾ സർവ്വസമർപ്പണത്തോടുകൂടി നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്യുമ്പോൾ അമ്മ അറിയാതെ നമ്മൾക്കങ്ങ് അനുഗ്രഹ വർഷം തരികയാണ്. നമ്മളതിനകത്തൊന്നും വിചാരിക്കേണ്ട. ഒരു ചിലർ പറയുന്നുണ്ട്, വിലയുണ്ടെങ്കിൽ പോകരുത്, വാലായ്മയുണ്ട് പോകരുത്, അശുദ്ധിയായാൽ പോകരുത്, പാലൂട്ടുന്ന കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കൊക്കെയും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അമ്മ അറിയാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങുന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ഒരു എന്താ പറയേണ്ട വാക്കുകളില്ല ആ അമ്മയെ നമുക്ക് വർണ്ണിക്കാൻ. അഗണിത ബ്രഹ്മാണ്ട നായികയാണ്, എണ്ണങ്ങൾ പോലുമില്ല അതിന്. ആ അമ്മയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളെപ്പോഴും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭ്രൂണാവസ്ഥയിൽ നമ്മളിരിക്കുമ്പോൾ ഭഗവാനോട് നമ്മൾ ചെയ്യുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഭഗവാനെ. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ആലോചിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം ഭഗവാനെ. ഈ ഒരു ജന്മത്തിൽ ഞാൻ അതിനെല്ലാം പരിഹാരം ചെയ്ത് ഞാൻ എൻ്റെ കർമ്മഫലങ്ങൾ മുഴുവനും അനുഭവിച്ച് തീർത്ത് വീട്ടി ഞാൻ എൻ്റെ ഈ വാസനകളെല്ലാം മതിയാക്കി അങ്ങയിലേക്ക് ചേരാൻ വേണ്ടി ഇനിയുള്ള ഈ ജന്മമെങ്കിലും ഞാൻ പൂർണ്ണമായും ശ്രമിക്കും എന്ന് ഒരു വാഗ്ദാനമാണ് 10 മാസം വയറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രായശ്ചിത്തവും നമ്മളിനി വരാൻ പോകുന്ന കാര്യങ്ങൾ വാഗ്ദാനവും നമ്മുടെ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരാനുള്ള ആ ഒരു പരിശ്രമവും നമ്മുടെ ആ ഒരു ആഗ്രഹവും ഈ ജന്മത്തും ജീവിതത്തിലും നമ്മളിപ്പോഴും നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ്. എന്തിനാണ് ഓരോ മനുഷ്യനും ജനിക്കേണ്ട ജനിച്ച ഉദ്ദേശം തന്നെ അതാണ്, പരബ്രഹ്മത്തിൽ ലയിക്കുക. ഈ ശരീരമാണോ നമ്മൾ? ഈ പേരാണോ നമ്മൾ? ഈ സ്ഥാനമാനങ്ങളാണോ നമ്മളെന്ന് പറയുന്നത്? അല്ല, നമ്മളിതൊന്നുമല്ല. ശിവോഹം ശിവോഹം, നമ്മളിതൊന്നുമല്ല. നമ്മൾ സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു കണികയാണ് നമ്മളിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൽ നമ്മളെന്താണ്? മൺകലത്തിൽ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനാണ് മണ്ണ്. ആ മൺകലത്തിൽ നമ്മുടെ കർമ്മങ്ങളാണ് ജീവിതത്തിലെ ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങൾ, ഈ ജന്മത്തിലെ കർമ്മങ്ങൾ. അതാണ് അരി ഇങ്ങനെ തിളച്ച് നമ്മൾ ആ മുഴുവനും നമ്മുടെ വെന്ത് നമ്മൾ സമസ്താപരാധവും പശ്ചാത്താപവും പറഞ്ഞ് അത് മുഴുവനും വേവിച്ച് നമ്മുടെ ഭക്തിയാവുന്ന ഒരു പായസമാക്കി ശർക്കര, നെയ്യ്, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കശുവണ്ടി എല്ലാം ഇട്ട് നെയ്യൊഴിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അമ്മയെ ഞാനിതാ ഭക്തിപൂർവ്വം എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്, ഞാൻ ആത്മസമർപ്പണം നടത്തുകയാണ് എന്നും കൂടി പ്രാർത്ഥിച്ച് തന്നെയാണ് ഓരോരുത്തരും പൊങ്കാലയിടേണ്ടതെന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ ആ ഒരു ദയാവായ്പും കാരുണ്യവും ഈ ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും അമ്മ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.